നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പാലക്കാട് പള്ളത്തേരിയിൽ എഞ്ചിനീയറായ രാജീവിൻ്റെ കൃഷിയിടത്തിലേക്കാണ് ഇന്ന് യാത്ര. വ്യത്യസ്ത ഇനങ്ങളിലായി 4000-ഓളം മാവിൻ തൈകൾ നിറഞ്ഞു നിൽക്കുന്ന മാന്തോപ്പുകൾ, മത്സ്യങ്ങൾ നീന്തിത്തുടിക്കുന്ന വിശാലമായ കുളങ്ങൾ, എങ്ങും വയൽച്ചൂര് കുമിയുന്ന കാറ്റടിക്കുന്ന കൃഷിയിടം. രാജീവും ഫ്ലവിതയും മക്കളും ഇവിടെ തീർക്കുന്നത് കൃഷിയുടെ 70mm ക്യാൻവാസ്. കാണാം പാലക്കാട് പള്ളത്തേരിയിൽ നിന്നും രാജീവിൻ്റെ കൃഷിയുടെ കാഴ്ചകൾ. ഹരിതം സുന്ദരം. ഒന്നല്ല, അനേകം പാടങ്ങൾ ചേർന്നതാണ് പാലക്കാട്. രണ്ടാമത്തെ ഏറ്റവും വലിയ ജില്ലയെന്ന് പാലക്കാടുകാർ അഭിമാനിക്കുന്നു. പാലക്കാട് പള്ളത്തേരിയിലേക്കാണ് ഇത്തവണ യാത്ര. പള്ളത്തേരി ചേങ്ങോട്ടുകളത്തിലെത്തി. അധിക ദൂരമുണ്ട് ആ നടപ്പാതകൾ. ഇരുവശവും വൻമരങ്ങളുടെ നിരയാണ്. കാണാൻ പോകുന്ന എന്തോ ഒന്നിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ വഴികൾ സംഗീതം മുഴക്കുന്നു. മണ്ണിന്റെ മണമുള്ള ഒരു തെന്നലുണ്ട് ചേങ്ങോട്ടുകളത്തിൽ. ചേങ്ങോട്ടുകളത്തെ വീട്ടിൽ രാജീവുണ്ട്. രാജീവ് മാത്രമല്ല, ഒരു കുടുംബം ഒന്നാകെയുണ്ട് കൃഷിയിലേക്ക്. കൂട്ടുകുടുംബത്തിൽ 30 ഏക്കർ വിസ്തൃതിയുള്ള കൃഷിഭൂമിയുണ്ട്. ഒരാളുടേതല്ല, എല്ലാവരും കൂടിയതാണ് ചേങ്ങോട്ടുകളം. ചേങ്ങോട്ടുകളത്തിൽ രാജീവ് നിർമ്മിക്കാത്ത ഭവനങ്ങളില്ല. സിവിൽ എഞ്ചിനീയറിംഗിൽ നിർമ്മിതിയാണ് പ്രധാന ജോലി. അത്തരം നിർമ്മാണ പ്രക്രിയകളിൽ ഒന്നും പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒന്നില്ല. നഗരത്തിൻ്റെയും നാടിൻ്റെയും ഭംഗി മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് നശിക്കരുത് എന്നാണ് രാജീവിന്റെ പ്രമാണം. പ്രകൃതിയുടെ കാവൽ കൊണ്ട് വളരുന്ന ഒരു കൃഷിയിടം വീട്ടിൽ തന്നെ ഒരുക്കി. 400ഓളം വരുന്ന മാവിനങ്ങളുണ്ട്. രാജീവും ഭാര്യ ഫ്ലവിതയും മക്കളായ അജയ് കൃഷ്ണയും അതിഥിയുമൊക്കെയാണ് അതിന്റെ സംരക്ഷകർ. അവരോടൊപ്പം നടന്നാൽ കൃഷിയുടെ സർഗസംഗീതം കേൾക്കാം. നല്ല മാഞ്ചുനയുടെ മണമുള്ള മാന്തോപ്പിലൂടെ നടന്നു. അൽഫോൻസയും ബെങ്കനപ്പള്ളിയും സിന്ദൂരവുമൊക്കെ അവരിലുണ്ട്. ഒക്കെയും ഗ്രാഫ്റ്റ് തൈകളാണ്. 4ാം വർഷം മുതൽ മാവ് കായ്ച്ചു തുടങ്ങും. വെള്ളവും വെളിച്ചവുമാണ് മാവിന് വേണ്ടത്. തായ്തടിയിലേക്ക് വീഴുന്ന വെളിച്ചത്തെ തടഞ്ഞു നിർത്തരുത് എന്നതാണ് രാജീവിന്റെ മന്ത്രം. അതുകൊണ്ട് തന്നെ കൊമ്പുകോതൽ അഥവാ പ്രൂണിംഗ് എന്ന കൃത്യമായ പ്രക്രിയ ഓരോ മാവിലും നടക്കുന്നുണ്ട്. ഒരാൾ അകലെയാണ് മാവിന് വളമിടേണ്ടത്. കൃത്യം ചോട്ടിൽ വളമിട്ടാൽ അത് മാവിന് ഗുണമല്ല. അകലെ നിന്ന് വളമിട്ട് കണിക ജലസേചനത്തിലാണ് നന. 4ാം വർഷം മുതൽ കായ്ഫലം തരുന്ന മാവുകൾ തുടർച്ചയായി 20 വർഷം ഫലം തരും. 2 പതിറ്റാണ്ടിന്റെ ആയുസ്സുണ്ട് മാവിന്. അത്രയും നാൾ വിള നൽകും. കേരളത്തിലെ ഏക മാംഗോ ഹബ്ബായ മുതലമടയെ വെല്ലുന്ന കൃഷിയാണ് പള്ളത്തേരിയിൽ നടക്കുക. മാന്തോപ്പ് കടന്ന് അവരോടൊപ്പം നടന്നു. വിശാലമായ ഒരു കുളത്തിലേക്കാണ്. തിലാപ്പിയയും നാടൻ മത്സ്യങ്ങളും കുളത്തിലുണ്ട്. തീറ്റയിട്ടാൽ അവർ പൊങ്ങി വരുന്നത് കാണാം. കുളത്തിനു സമീപത്തായാണ് വളർത്തുമൃഗങ്ങൾ. ടർക്കികൾക്കും വാത്തകൾക്കും താറാവുകൾക്കും ആടുകൾക്കുമായി പ്രത്യേക ഇടം ഒരുങ്ങി. ഫ്ലവിതയ്ക്കും രാജീവിനുമാണ് ഇവിടെ ഉത്തരവാദിത്വം. അമേരിക്കൻ ഐക്യനാടുകളിലെ ടർക്കി ഇനമായ ബ്രോൺസ് വന്നു. എണ്ണക്കറുപ്പിന്റെ അഴകാണ് ബ്രോൺസ് ടർക്കികൾക്ക്. ടർക്കിയിൽ വെളുപ്പും കറുപ്പും ഉണ്ടെങ്കിലും കറുപ്പിനോടാണ് ഏറെ പേർക്കും പ്രിയം. 1ാം വർഷം തന്നെ 5 മുതൽ 6 കിലോ തൂക്കമെത്തുന്നവരാണ് ബ്രോൺസ് ടർക്കികൾ. വിശരിച്ചാമരം വീശി അവരങ്ങനെ നിന്നാൽ അതൊരഴകാണ്. കഴുത്തിലെ തൊങ്ങൽ ഇളകിയാടുന്നുണ്ട്. അവർക്കായി കൈനിറയെ തീറ്റ നൽകുവാൻ ഫ്ലവിതയും രാജീവുമുണ്ട്. വാത്തകളിൽ 2 ഇനമുണ്ട്. ചൈനീസ് വാത്തകളും എംഡൻ വാത്തകളും.
അടിമുടി ശുഭ്രശോഭയുള്ള ഇനമാണ് ചൈനീസ് വാത്തകൾ. മഞ്ഞച്ചുണ്ടും മഞ്ഞക്കാലുകളും വെള്ളത്തൂവലും അവർക്ക് പ്രത്യേക അഴക് നൽകും. വാത്തപ്പട്ടാളം ഭൂമിയിലുണ്ടെങ്കിൽ പാമ്പുകൾക്ക് അവിടെ ഇടമില്ല. ശക്തമായ പദസ്വനങ്ങൾ കേൾക്കുമ്പോഴേക്കും ഉരകങ്ങൾ അകന്നുകൊള്ളും. അക്ഷരാർത്ഥത്തിൽ ഭൂമിയുടെ പട്ടാളമാണ് വാത്ത. പച്ചിലപ്രിയരാണ് ചൈനീസ് വാത്തകൾ. എംഡൻ വാത്തകൾക്കാകട്ടെ തവിട്ട് നിറത്തിന്റെ അഴകുണ്ട്. തവിട്ടുവരകളാൽ സമ്പുഷ്ടമാണ് ആ മേനി. ചൈനീസിനോടൊപ്പം തലയെടുത്ത് നിൽക്കാൻ അവർക്ക് കഴിയില്ല. എങ്കിലും തവിട്ടിനഴക് എന്ന് കാഴ്ചക്കാർ പറഞ്ഞു പോകും. മലബാറി ആടുകൾക്കായി പ്രത്യേക കൂടാരം തന്നെയുണ്ട് പള്ളത്തേരിയിലെ ചേങ്ങോട്ടുകളം വീട്ടിൽ. ആടെന്നാൽ ആദായം എന്നാണ് അർത്ഥം. ഒരു വീട്ടിൽ ആടിനെ പരിപാലിക്കുവാൻ എല്ലാവരും ഇറങ്ങി നിൽക്കുന്നത് ചേങ്ങോട്ടുകളത്തിലാണ്. ഒരു പ്രസവത്തിൽ 2 or 3 കുഞ്ഞുങ്ങളെ നൽകുന്നവരാണ് മലബാറി ആടിനങ്ങൾ. നമ്മുടെ തലശ്ശേരി ആടിനങ്ങളുമായി അറേബ്യൻ ആടിനങ്ങൾ പ്രജനനം നടത്തി ഉണ്ടായവരത്രേ മലബാറി ആടുകൾ. പാലക്കാടിന്റെ കാലാവസ്ഥയിൽ ഏറ്റവും സുഖകരമായി വാഴുന്നവരാണ് അവർ. ആടിൽ അന്തർപ്രജനനം ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ടന്മാരെ 1 വർഷത്തിനപ്പുറത്തേക്ക് നിർത്താറില്ല. കുട്ടികൾ 3 മാസമെങ്കിലും പാൽ കുടിച്ച് വളരണം എന്നതാണ് രാജീവിന്റെ മന്ത്രം. ആടുകൾക്ക് ഇലത്തീറ്റയാണ് നല്ലത്. പച്ചയായതെന്തും തിരഞ്ഞു നടക്കുന്ന അവരെ അങ്ങനെ അലഞ്ഞു നടാൻ വിടില്ല. അവർക്കായി ഇലത്തീറ്റകൾ കൂട്ടിലെത്തിക്കുകയാണ് പതിവ്. കയറി നിൽക്കാൻ ഒരാൾ പൊക്കമുള്ള കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാത്തകൾക്കും താറാവുകൾക്കുമൊക്കെ വെള്ളം പ്രധാനമാണ്. പുലർക്കാല വെട്ടം ഭൂമിയിൽ വീഴുന്നതോടെ വാത്തകൾ കണ്ണു നനയ്ക്കാനായി വെള്ളത്തിലേക്കിറങ്ങും. അവർക്കായി ഒത്ത ഒരു കൊച്ചു തടാകം സൃഷ്ടിക്കുവാൻ രാജീവ് ശ്രമിച്ചിട്ടുണ്ട്. പത്തേക്കറോളം വരുന്ന വയലാണ് ചേങ്ങോട്ടുകളത്തിന്റെ സമ്പത്ത്. കൃഷി ആത്മാവിന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് വിശ്വസിച്ചാൽ വയലില്ലാതെ കഴിയില്ല. പ്രകൃതിയെ അനുസരിക്കുന്നവരുടെ ഒരു ലോകമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു കുടുംബ കൂട്ടായ്മയുടെ കൈകോർക്കലിലൂടെ സ്വയം വികസിക്കുന്ന കൃഷിയിടമാണ് ചേങ്ങോട്ടുകളം. 10 ഏക്കർ വരുന്ന വയലിലൂടെ രാജീവ് നടക്കും. ഉമയും ജ്യോതിയുമാണ് പ്രധാന ഇനം. കതിരിൽ പാലെത്തുമ്പോഴേ കിളികൾ വന്നു തുടങ്ങും. 4 മാസത്തെ മൂപ്പുണ്ട് ഉമയ്ക്ക്. ജ്യോതിക്കും ഏതാണ്ട് അത്ര തന്നെ. ഒന്നിനെയും പുറത്താക്കാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് കൃഷിയുടെ ശക്തി. കർഷക തൊഴിലാളികളെ ഒപ്പം കൂട്ടിയിട്ടുണ്ട് രാജീവ്. അങ്ങനെ കൃഷിയിടം ആഹ്ലാദത്തിന്റെ പ്രകാശമാകും. കൊയ്ത്തും മെതിയുമെല്ലാം കളത്തിൽ തന്നെ. കാറ്റത്തിടുന്ന യന്ത്രത്തിലാണ് കാര്യങ്ങൾ. ഉതിർന്നു വീഴുന്ന നെൽമണികൾ ശേഖരിക്കുവാൻ പ്രത്യേക തൊഴിലാളികളുണ്ട്. മെഷീൻ കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കാറ്റത്തിടുന്ന യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങും. അവിടെയാണ് നെൽമണികളുടെ ശേഖരണം. പാലക്കാട് പള്ളത്തേരി ചേങ്ങോട്ടുകളം രാജീവ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം രാജീവ്. നമസ്കാരം. മുഴുവൻ സമയവും എഞ്ചിനീയറായിരുന്ന ഒരാൾ കൃഷിയിലേക്ക് വരുന്നത് യാദൃശ്യമായിരിക്കാം. പക്ഷെ കൃഷിയിലേക്ക് വന്നപ്പോൾ രാജീവിന് എന്ത് തോന്നുന്നു? വളരെ തൃപ്തിയുള്ള ഒരു മേഖലയാണ് കൃഷി എന്ന് പറയുന്നത്. മനസ്സിന് തൃപ്തിയുള്ളൊരു ജോലി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം പറയാം. അപ്പോൾ അതുകൊണ്ടാണിത് ഒരു പാർട്ട് ടൈമല്ല, ഒരു മുഴുവൻ ടൈമും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ഇതാണ്. ഇപ്പം നിർമ്മാണ രംഗത്താണ്. അപ്പം നിർമ്മാണ രംഗത്താകുമ്പോൾ എപ്പോഴും ഓരോതരം ജോലികളുണ്ടാവും. അതെ. അപ്പോൾ ഒരു ദിവസത്തെ രാജീവിൻ്റെ ഒരു സമയം കൃഷിക്കായിട്ട് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? രാവിലെ നേരത്തെയും ഇറങ്ങാറുണ്ട്, അതുപോലെ വൈകുന്നേരത്ത് ഗ്യാപ്പുകളിൽ, പിന്നെ സമയം കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മളിതിൽ ചിലവഴിക്കാറുണ്ട്. എന്നാലും ഒരു ദിവസം എത്ര മണിക്കൂറുണ്ടാവും? ഒരു 4 മണിക്കൂറോളം ഉണ്ടാവും. 4 മണിക്കൂർ. ഇപ്പോൾ ഞങ്ങൾ വന്ന് കാണുമ്പോൾ ഇപ്പോൾ തേക്കുണ്ട്, അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ മാവിനങ്ങൾ 1000-ഓളം ഉണ്ട്. അതെ. വലിയ മത്സ്യക്കുളമുണ്ട്. അതെ. നല്ല പശുവിൻ്റെ ഒരു ഫാമുണ്ട്. അതെ. അങ്ങനെ തെങ്ങിൻ തോപ്പുകളുണ്ട്. അതെ. വയലുണ്ട്. അതെ. ഇതെല്ലാം ഉണ്ട്. മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്നൊരു കൃഷി ഏതാണ്? സന്തോഷവും ലാഭകരവുമായ കൃഷി എന്ന് പറയുന്നത് മാവ് തന്നെയാണ്. അറിയാം, മാവ് തന്നെ. അതുതന്നെയാണ്. അപ്പോൾ 1000 മാവിൽ നിന്ന് എത്ര മാങ്ങ കിട്ടുന്നുണ്ട്? ടോട്ടൽ ഒരുമിച്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത്, ടോട്ടൽ എടുക്കുന്നത്. അപ്പോൾ അത് ഒരുമിച്ചൊരു പേയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പറയാം. ഇപ്പോൾ ബെങ്ങരപ്പള്ളിയും അൽഫോൺസ് ഹിമപ്പസന്തും ഒക്കെ ഉണ്ട്. അതെ. ഏറ്റവും ഡിമാൻഡുള്ള മാവ് ഏതാ? മാങ്ങ ഏതാ? അൽഫോൺസാണ് ഏറ്റവും ഡിമാൻഡുള്ളത്. ഇപ്പോൾ മാവിൻ്റെ ഒരു ഗുണവും ദോഷവും ഒരു മാവിനെ കണ്ടാൽ രാജീവിന് അറിയാമോ? അറിയാൻ പറ്റും. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
മാവിൻ്റെ ഈൽഡാണ് നമ്മൾ കിട്ടുന്ന ഓരോ വർഷത്തിൽ നമ്മൾ ഈൽഡ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെ ഈൽഡ് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ അതുപോലെ മാവ് മാറ്റി പുതിയ പ്ലാന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ മാവിൻ്റെ ഒരു മാങ്ങ വിൽക്കുന്ന ഒരു സീസൺ ഏതാ? അതിൻ്റെ വിപണി എന്താ? വിപണി ശരിക്കും പറഞ്ഞാൽ വിഷു മുമ്പാണ് പറയാം. മാർച്ച്, ഫെബ്രുവരി ആ സമയത്താണ് ഏറ്റവും വില കിട്ടുന്നത് പറയാം. വിഷു ആകുമ്പോഴേക്കും പിന്നെ വില കുറയും സാധ്യതയുണ്ട് പറയാം, ഏപ്രിലാകുമ്പോഴേക്കും. കൃഷിയിടത്തിന്റെ ഒത്തനടുവിൽ കാലികൾക്കായി ഒരു കൂടാരമുണ്ട്. അവശേഷിച്ചു പോകുന്ന നാട്ടുനന്മകളുടെ കൂടാരമാണിത്. മനസ്സിൽ നിന്ന് അഴിച്ചുമാറ്റാനോ അകറ്റി നിർത്താനോ കഴിയാത്ത പൂവാലികൾക്കായി ഒരിടം. മഹർഷിമാർ പരിപാലിച്ചിരുന്ന കപിലയാണ് പ്രധാനം. കപിലയുടെ ശ്വാസത്തിനു പോലും സുഗന്ധമുണ്ടത്രേ. നാഴൂരി പാലേ ഉള്ളൂവെങ്കിലും ഒന്നാം തരം പാലാണ് കപിലയുടെ. കേരളത്തിന്റെ സ്വന്തം ഇനമായ വെച്ചൂരിനും ഇവിടെ സ്ഥാനമുണ്ട്. കാസർഗോഡ് കുള്ളനും കൃഷ്ണയുമൊക്കെ അവരോടൊപ്പം ചേരും. തൊഴുത്തിൽ അവർക്ക് പ്രധാന സൗകര്യങ്ങൾ എല്ലാമുണ്ട്. ഉറച്ച കോൺക്രീറ്റ് തറയിലാണ് പൈക്കളുടെ നിപ്പ്. വായു അനായാസേന കയറിപ്പോകുന്ന ഇടം. അവിടെ വായുവിനെ ചലിപ്പിക്കാനായി ഫാനുകളുണ്ട്. വെയിലിന്റെ വീറിനെ തടയാൻ ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകളുണ്ട്. അവയാണ് മേൽക്കൂര. വെള്ളം സമൃദ്ധമായി കുടിക്കുവാനായി സ്വയം നിയന്ത്രിത പാനപാത്രങ്ങൾ മുന്നിൽ തന്നെയുണ്ട്. മാന്തോപ്പിന് താഴെയാണ് നാടൻ പൂവാലികളുടെ കൂടാരം. ഇടയ്ക്കിടെ അവയെ തണുപ്പിക്കുവാനായി മഞ്ഞ് പൊഴിക്കുന്ന മിസ്പ്രേയറുമുണ്ട്. പച്ചപ്പുല്ലാണ് പ്രധാന ആഹാരം. അതിനായി വൃത്തിയുള്ള തീറ്റത്തൊട്ടികളും കൂട്ടിനുണ്ട്. പ്രഷർ വാഷ് ഉപയോഗിച്ച് അപ്പോൾ തന്നെ എല്ലാം വൃത്തിയാക്കുവാൻ ജീവനക്കാർ കൂട്ടിനുണ്ട്. അളവറ്റ സൗന്ദര്യവും അതിലേറെ വിശുദ്ധിയും കൃഷിയിടത്തിൽ വേണമെന്ന നിർബന്ധമുണ്ട് രാജീവിന്. അക്കാര്യം ഹരിതം സുന്ദരത്തോട് പങ്കുവച്ചു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നതിൽ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയൊരു വിളയേതാ? ശരിക്കും പറഞ്ഞാൽ നെല്ലാണ് അതെ. നെല്ലാണ്. അതെ, അത്രയ്ക്കും പരിതാപകരമാണ്. കാരണം നെല്ലിന് പറയത്തക്കൊരു ഈൽഡും കിട്ടാറില്ല. കാരണം ഇതൊരു ഡ്രോട്ടുള്ള ഏരിയ ആണല്ലോ അധികം. അപ്പോൾ അതുകൊണ്ടാണ് മാവാണ് കുറച്ചുകൂടി നമുക്ക് വലിയ മെയിൻ്റനൻസ് ഇല്ല. അതുകൊണ്ടാണ് മാവും കൃഷി നന്നായിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ചെയ്തിരിക്കുന്ന മാവിലാണ്. മാവിലും അതുപോലെ നമ്മൾ കുറച്ച് കവുങ്ങ് വെച്ചിട്ടുണ്ട്. കവുങ്ങിൽ ചെയ്തിട്ടുണ്ട്. റംബൂട്ടാനുണ്ട്, അതിലും ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. മാവിന് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ആവശ്യം വരുന്നില്ല. മാവിന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ മാവിനിടയിൽ ഫലവൃക്ഷങ്ങൾ അങ്ങനെ പലതും ചേർത്തൊരു ഇടവിള കൃഷി പരീക്ഷണമാണ് നടത്തുന്നത്. ഇത് അതിൻ്റെ ആ കൃഷിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്പേസ് അധികം പോകാതെ ഒരു ഇൻ്റർക്രോപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ 4 മാവിൻ്റെ ഇടയിൽ ഒരു റംബൂട്ടാൻ അതുപോലെ 4 തെങ്ങിൻ്റെ ഇടയിൽ ഒരു മാവ്. ഇതാണ് നമുക്ക് കുറച്ച് ലാൻഡ് യൂട്ടിലൈസേഷൻ ചെയ്യാൻ വളരെയധികം ഈൽഡ് കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഈൽഡ് ഉണ്ടാക്കുക എന്നുള്ളത് അതിൻ്റെ പരീക്ഷണത്തിലാണ്. അത് ഏറെക്കുറെ നല്ല വിജയം കണ്ടിട്ടുണ്ട് പറയാം. ഇപ്പോൾ പശുക്കളുടെ ഫാമിലായ തന്നെ വെച്ചൂർ, കാസർഗോഡ്, ഡോർഫ്, കുള്ളൻ പശുക്കൾ നിരവധിയുണ്ട്. ഇതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? നല്ല പശുവിനെ കണ്ടാൽ രാജീവിന് അറിയാൻ പറ്റും പറയാം. വളരെയധികം നമ്മുടെ ഒരു ഡോക്ടർ ജയകൃഷ്ണൻ ഡോക്ടറുണ്ട്. അദ്ദേഹമാണ് എല്ലാം നോക്കാറും അതുപോലെ വളരെയധികം നന്നായിട്ടാണത് കൊണ്ടു നടത്തുന്നത്. നമ്മൾ അതുപോലെ തന്നെ എൻ്റെ ഇഞ്ചെക്ട് ചെയ്യണതാണെങ്കിലും നല്ല. ഈ നാടൻ പശുക്കൾ എന്ന് പറയുമ്പോൾ നാഴൂരി പാല് കിട്ടുന്ന പശുക്കളാണ്. അതെ, ലാഭം തീരെയില്ല. ലാഭത്തിനല്ല സർ ചെയ്യുന്നത്. ഇത് പാല് കൊടുത്തിട്ടുള്ള ലാഭമല്ല നമുക്കിതിൽ കിട്ടുന്ന പറയാം. ഇതിൻ്റെ ചാണകവും മറ്റേ മൂത്രവും നല്ല ഒന്നാന്തരം ജൈവവളമാണ്. അതെ അതെ. അതാണോ ഈ മറ്റു ജീവാമൃതം ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന് മറ്റേ കൃഷികൾക്കായിട്ട് മറ്റേ കൊടുക്കുന്നില്ല. ഫെർട്ടിലൈസർ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. കഴിയുന്നതും ജൈവത്തിൽ ജീവാമൃതവും അതുപോലെ പഞ്ചഗവി എന്ന് പറഞ്ഞതാണ് ഉണ്ടാക്കുന്ന പറയാം. കൃഷിയിടത്തിൽ ഇല്ലാത്തതായി ഒന്നുമില്ല എന്നതാണ് തന്ത്രം. വളർത്തു മത്സ്യങ്ങളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട് രാജീവ്. 10 സെന്റോളം വരുന്ന വിസ്തൃതമായ ഒരു കുളമുണ്ട്. ദീർഘചതുരാകൃതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ കോരുവലയുമായി പണിക്കാരൊന്ന് ഇറങ്ങി നോക്കി. ഇരപിടിയന്മാരെ ഒഴിവാക്കാനുള്ള മുകൾ വലയ്ക്ക് താഴെ കൂടി അവർ പതുക്കെ നടന്നു. കോരുവലയിൽ ഏതാനും തിലാപ്പിയകൾ കുടുങ്ങിയിട്ടുണ്ട്. വെയിലുറച്ചതോടെ അവരും തെന്നിപ്പോയി. ചിട്ടയുടെ നേർവരയിലാണ് സഞ്ചാരം. എങ്കിലും പ്രകൃതിയോടിണങ്ങിയാണ് എല്ലാം. പുറത്ത് കാണാൻ കഴിയാത്തതും എന്നാൽ അകത്തുണ്ടെന്ന് കരുതുന്നതുമായ ഹരിത വെളിച്ചമാണ് കൃഷി. അതൊരു സ്വപ്നമായി എന്നും കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. ഹരിതാഭിരാമൻ തീർക്കുന്ന വയലേലകളുടെ ഓരത്തിരുന്ന് രാജീവ് പ്രതികരിച്ചു. ഒരു സമഗ്ര പുരയിട കൃഷിയാണ് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. അതിൽ മത്സ്യം കൂടിയുണ്ട്. മത്സ്യമുണ്ട് ഇവിടെ. അതുപോലെ മറ്റേ ഇതുണ്ട്, കോഴികൾ കുറേ ഉണ്ട്, പിന്നെ വാത്തകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഇവിടുത്തെ ഈ കൃഷി രീതികളൊക്കെ കണ്ട് നാട്ടുകാർ ഈ പല ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ വരുമല്ലോ.
അതെ, നമ്മൾ അധികവും നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ അങ്ങനെ സെയിൽ എന്ന് പറയുന്നതല്ല, ഇതിലേക്ക് കൊടുക്കുന്ന വളം, അതുപോലെ യൂറിനും അങ്ങനെയൊക്കെയാണ് പശുവിനെ കൊണ്ടുള്ള ഇതുപോലെ. പിന്നെ ബാക്കിയുള്ളതൊക്കെ മത്സ്യവും മുട്ടയൊക്കെ അത് കൊടുക്കാറുണ്ട്. ഇവിടെ തന്നെ പ്രാദേശിക ഉൽപ്പന്നം പ്രാദേശികം കൊണ്ട് പുറത്തും കൊടുക്കാറുണ്ട്. ഇപ്പോൾ രാജീവിൻ്റെ ഈ ഫീൽഡിലുള്ള, അതായത് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെയുള്ള ധാരാളം ആളുകൾ രാജീവിൻ്റെ ഈ ഒരു താല്പര്യം അറിഞ്ഞിവിടെ വന്നു കാണുമല്ലോ. ഇത് വന്ന് കാണുമ്പോൾ എല്ലാവരും വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഫാമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ അത്യാവശ്യം അങ്ങനെ ഒരു കൺസൾട്ടേഷൻ കൂടി പോകുന്നുണ്ട്. നിർമ്മാണം ഫാമിൻ്റെ ഒരു കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള വർക്കുകളെല്ലാം അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാറ്. വരുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെ? വളരെ നല്ല പ്രതികരണമാണ്. ഒരു നമുക്ക് തരുന്നതും ഓരോ ആളുകളുടെ പ്രതികരണം വളരെയധികം നല്ലൊരു പ്രതികരണമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരി, ഈ രംഗത്തേക്ക് വരാൻ തയ്യാറായാൽ രാജീവ് സഹായിക്കും? തീർച്ചയായിട്ടും പറയാം. നമ്മൾ വളരെയധികം സഹായിക്കാൻ, നമ്മൾ വളരെയധികം ഇതുപോലെ തന്നെ കയറി വന്നതാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് വളരെയധികം അഡ്വൈസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ സൈറ്റിൽ പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. പറയാം, സകലാനുഭൂതികളും പ്രദാനം ചെയ്യുന്ന അത്ഭുത വരദായിനിയാണ് തനിക്ക് ഭൂമി. അതിനെ തൊട്ട് നമസ്കരിക്കാതെ മറ്റൊരു കർമ്മവും മുന്നിലില്ല. ഒരു കുടുംബം ഒന്നാകെ പച്ചപ്പിലേക്ക് ഇറങ്ങുന്ന കാഴ്ച, അത് ആരും ആസ്വദിച്ചു പോകും. പുതുതായി ഫാം തുടങ്ങാൻ വരുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു ഫാം തുടങ്ങാൻ വരുന്ന ഒരാൾക്ക് രാജീവ് എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത്? വ്യത്യസ്തമായ കൃഷി രീതികൾ കൈക്കൊള്ളണം എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഒരു കൃഷിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം വളരെയധികം ടാക്ടിക്സ് നമ്മൾ വേറെ ടൈപ്പിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഈൽഡ് അറിയാനും പറ്റുന്നത്, ഏതാണ് ഗുണം എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. ഈ വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾ ഈ കൃഷിയെ സഹായിക്കുന്നുണ്ട് വളരെയധികം. അവർ തന്നെയാണ്, വൈഫായിക്കോട്ടെ, കുട്ടികളെല്ലാവരും അതിനുള്ള, അതുപോലെ ഏട്ടനുണ്ട്, എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചാണത് ചെയ്യുന്നത്. എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവരുടെ പാർട്ടിൽ വളരെയധികം ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് പറയാം. എന്തായാലും വ്യത്യസ്തങ്ങളായ കൃഷി കാണുമ്പോൾ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. രാജീവിൻ്റെ ഈ സ്വർഗം മറ്റ് കേരളത്തിൽ പലയിടങ്ങളിൽ ആവർത്തിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്കാരം. സംഘടിച്ച് ശക്തരാകുക എന്നതാണ് ഗുരുദേവൻ്റെ ആഹ്വാനം. ഒരു കുടുംബം ഒന്നാകെ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ അത് വിജയത്തിൻ്റെ ഹരിതകഥകൾ തീർക്കുമെന്ന് ഉറപ്പാണ്. നേരാം രാജീവിനും കുടുംബത്തിനും ഭാവുകങ്ങൾ.